ഹലോ എവരി വൺ. RBI ഫോറിൻ കറൻസി ഡെപ്പോസിറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫോറിൻ കറൻസി ഡെപ്പോസിറ്റിൽ ഉദ്ദേശിക്കുന്നത് അതായത് NRIക്കും പിന്നെ ഇന്ത്യയിൽ ജനിച്ചിട്ട് വേറെ കൺട്രിയിലെ സിറ്റിസൺഷിപ്പ് കിട്ടിയവർക്കും ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതായത് അവിടുത്തെ ഏത് കറൻസിയാണോ ആ കറൻസിയിൽ തന്നെ നമ്മൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. നേരത്തെ RBI പ്രൊവൈഡ് ചെയ്യുന്നത് 3.5 മുതൽ 4% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പം അപ് ടു 7.5% ഇൻട്രസ്റ്റ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 17 ജൂൺ തൊട്ട് 30 സെപ്റ്റംബർ വരെയാണുള്ളത്. ടെന്യൂർ എന്ന് പറഞ്ഞാൽ 5 ഇയർ, മാക്സിമം 5 ഇയേഴ്സ് ആയിരിക്കും. ആദ്യത്തെ 1 ഇയർ നമുക്ക് തന്നെ പറഞ്ഞാലും ലോക്കിംഗ് പീരീഡ് ആയിരിക്കും, നമുക്ക് ഫണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന കറൻസി എന്ന് പറഞ്ഞാൽ US ഡോളറും പിന്നെ പൗണ്ടാണ്, പിന്നെ യൂറോ ആണ്, പിന്നെ ജാപ്പനീസ് yen ആണ്, പിന്നെ കനേഡിയൻ ഡോളറും ഓസ്ട്രേലിയൻ ഡോളറിലും നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ഇത് RBI കൊണ്ടുവന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രൂപയുടെ നമ്മുടെ ഇന്ത്യൻ വാല്യൂ നല്ലൊരു തകർച്ചയിൽ വാർ കാരണം വന്നിട്ടുണ്ട്. അത് മറികടക്കാനും പിന്നെ അതുപോലെ തന്നെ ഫോറിൻ കറൻസിയുടെ ശേഖരം കൊണ്ടുവരാനും വേണ്ടിയാണ് ഈ സ്കീം കൊണ്ടുവന്നേക്കുന്നത്. ഇനി ഈ സ്കീമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡോളറിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഡോളറിൽ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതിൻ്റെ പലിശ അടക്കം ഡോളറായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ കറൻസി വാല്യൂ ഇടിഞ്ഞാലും ഫ്യൂച്ചർ ഇടിഞ്ഞാലും നിങ്ങളെ അത് ബാധിക്കുന്നില്ല. പിന്നെ ഉള്ളത് ടാക്സ്. ഇതിന് ടാക്സ്, ഇന്ത്യയിൽ ടാക്സ് ഇല്ല. നിങ്ങൾ ഈ ഡെപ്പോസിറ്റ് സ്കീം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിനെ സമീപിക്കുക. അവർ കൃത്യമായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റും എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും പറയും. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാം.